ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കാൻ സരിയെ ചോദിക്കേണ്ട രാഹുലിനോട്, അച്ഛ സത്യം പറ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവുമെന്ന് അച്ഛന് പേടിയുണ്ടോ? അല്ല, മനുവേട്ടനെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും അറിയാവോ? അതുകൊണ്ടാണോ അച്ഛൻ ഇടക്കിടക്ക് ആ കാര്യം പറഞ്ഞത്? മോളെ, ഞാൻ അങ്ങനത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അല്ല അച്ഛാ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അല്ല മോളെ, നിനക്ക് എൻ്റെ സന്തോഷ വാർത്ത തരാൻ വേണ്ടി പോവാണ്. നിന്റെ ശത്രുക്കളൊക്കെ ഞാൻ ഓരോന്നിട്ട് ഇല്ലാതാക്കാൻ പോവാണ്. അപ്പോൾ നിനക്കൊരു തിരിച്ചടി കിട്ടുമ്പോഴും നീ തളർന്നു പോവില്ലല്ലോ. കണ്ടോ, അപ്പോഴും അച്ഛൻ പറയണത് ഞാൻ തളർന്നു പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. എന്താ അച്ഛാ, എന്തിനുണ്ടെങ്കിൽ തുറന്നു പറ. മോളെ, ഞാൻ പറഞ്ഞല്ലോ, സത്യം പറഞ്ഞാൽ നിന്റെ അമ്മയുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തുമാത്രം തളർന്നിരിക്കുക അവള്. അവളുടെ പ്രസവത്തോടെ ഒരു കുഞ്ഞു മരിച്ചു. അവളുടെ മാനസികതയിൽ തെറ്റുമെന്ന് പേടിച്ചു. ഒരു കുഞ്ഞിനെ ഞാൻ എടുത്തിട്ട് അഡോപ്റ്റ് ചെയ്തിട്ട് അവളുടെ അടുത്ത് കൊണ്ടേ വെച്ചു. അതിലേറെ കുറെ വിജയിച്ചും ചെയ്തു. ഇത്രയും നാൾ നിങ്ങൾ അമ്മയും മോളായിട്ട് ജീവിച്ചു. ഇപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞു. നീ അവളെ പൂർണ്ണമായിട്ട് അവൾ അമ്മയായിട്ട് കാണുന്നില്ല. അവളും ആണെങ്കിൽ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നീ തകർന്നേക്കാൾ ഏറ്റവും കൂടുതൽ തകർന്നിരിക്കണം നിന്റെ അമ്മയാണ് എന്ന് നീ ആലോചിക്കണം എന്ന് പറയാണ്. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ, മോൾ ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് മാത്രം. അല്ല, മനുവേട്ടനെ വിശ്വസിക്കരുതെന്ന് പറയാൻ കാരണം എന്താ? അച്ഛൻ അത് പറ. മോളെ, അങ്ങനെ വിശ്വസിക്കരുതെന്ന് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മോൾ കണ്ണടച്ച് സ്വർണവും പണമൊന്നും കൊടുക്കരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും മോൾക്ക് എത്രയും പെട്ടെന്ന് സന്തോഷ വാർത്ത കേൾപ്പിക്കാൻ പറ്റുമെന്ന് അച്ഛനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ നടന്ന് പോവാട്ടോ. സരിയുനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കാണിക്കേണ്ടത് കല്യാണിനെയാണ്. കല്യാണി കലണ്ടറിൽ 18 എന്ന് പറഞ്ഞ തീയതി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കാട്ടോ. എന്നിട്ട് ആ തീയതി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് കിരൺ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ കല്യാണി, നീ ഏത് നേരം ഈ ഡേറ്റിങ് നോക്കിക്കൊണ്ടിരിക്കണത് എന്ന് ചോദിക്കുകയാണ്. അല്ല, ഈ ഡേറ്റിൽ എന്നെ കൊല്ലോന്ന് പറഞ്ഞിരിക്കുന്നത്. എന്റെ കല്യാണി, ഇങ്ങനെ പറയണ കുറെ ആൾക്കാരുണ്ട്. കുറെ അടുത്ത് ജ്യോത്സ്യന്മാരെ എങ്ങനെ പറയുന്നത്. ആ ജ്യോത്സ്യന്മാർ പറയും നമ്മൾ ഇത്ര ദിവസം മാസത്തിനുള്ളിൽ മരിക്കും, നമ്മൾക്ക് ഇത്രയും ആയുസ്സൊക്കെ ഉള്ളൂന്ന്. ചില ആൾക്കാർ അത് ആലോചിച്ച് നീറി അതിന് മുമ്പേ മരിക്കും. അപ്പൊ അവരെന്ത് പറയുമെന്ന് അറിയാവോ? കണ്ടോ, അവർ പറഞ്ഞ പ്രവചനം കറക്റ്റ് ആയിന്ന്. ഇതൊന്നും വിശ്വസിക്കരുത് കല്യാണി. നമുക്കൊരു ജനനുണ്ടെങ്കിൽ അത് മരണം ദൈവമാണ് തീരുമാനിക്കുന്നത്, അതായത് മനുഷ്യരോ ആരുമല്ല. അത് നീ വിചാരിക്കണം. എന്റെ കിരണട്ട, എനിക്ക് പേടിയൊന്നുമില്ല. 18 ഞാൻ മരിക്കുമെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. കല്യാണി, നിനക്ക് അങ്ങനെ പറയാം, എനിക്ക് അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. നോക്ക്, നാളെയാണ് 18. നാളെ ഒരു കാരണവശാലും നീ പുറത്തിറങ്ങരുത്. എന്താ കിരണട്ട, കിരണട്ടനെ പേടിയുണ്ടോ? അതല്ല കല്യാണി, വെറുതെ എന്തിനാ നമ്മൾ നാളത്തെ ഒരു ദിവസം പുറത്തിറങ്ങണത്? നീ ഇവിടെ ഇരിക്കേ, എന്താ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സൂക്ഷിക്കണ്ടേ എന്ന് പറയണം. എന്റെ കിരണട്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പണ്ട് കല്യാണി സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും കിരണാകെ ടെൻഷനാണ് കേട്ടോ. പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ രൂപേനെയും അതുപോലെ തന്നെ ചന്ദ്രസേനെയാണ്. രൂപ പറയുന്നുണ്ട്, കല്യാണി മോൾക്ക് ഒരു പേടിയുമില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അങ്ങനെ പേടിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോൾ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. രൂപേ, നമ്മുടെ കുടുംബത്തിന് നെടുന്തൂണെന്ന് പറഞ്ഞ കല്യാണി മോള, അത് ശത്രുക്കൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ധൈര്യമുള്ളതും ഏറ്റവും ബുദ്ധിയുള്ളതും ഏറ്റവും കഴിവുള്ളതും കല്യാണിക്ക് തന്നെയാണ്. അവളില്ലാത്തേക്ക് കുടുംബം തകരുമെന്ന് അറിഞ്ഞത് കൊണ്ടിട്ട് മാത്രമാണ് കല്യാണി മോളെ തന്നെ ആദ്യം ഇല്ലാതാകാൻ വേണ്ടി ശത്രുപക്ഷത്തുനിന്നുള്ള നീക്കം. ആ രാഹുൽ തന്നെ ഇതിന്റെ പിന്നിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നോക്ക്, നമുക്ക് എന്തൊക്കെ വന്നാലും ഇന്ന് കിരൺമോന്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് രൂപ ചോദിക്കുമ്പോൾ, അതെ, അത് ഞാൻ തന്നോട് അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. നാളെയാണല്ലോ അവൻ പറഞ്ഞ ദിവസം 18. അതുകൊണ്ട് നമ്മൾ നാളെ 18 നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. നമ്മൾ എവിടെയും പുറത്തൊന്നും പോകുന്നില്ല. നമ്മൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയാണ്. അതെന്താ നന്നായി. കല്യാണി മോൾക്ക് അതൊരു ധൈര്യവും, അല്ലെങ്കിൽ കല്യാണി മോൾക്ക് പേടിയൊന്നുമില്ല. കൂടെയുള്ളവർക്ക് ആ പേടി അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതെ, അവൾക്കൊന്നും സംഭവിക്കരുത്. നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കോ മരുമക്കൾക്കോ ഒന്നും സംഭവിക്കാൻ പാടില്ല രൂപേ എന്ന് ചന്ദ്രസേനും പറയാണ്. അങ്ങനെ നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാട്ടോ എല്ലാവരും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരിയുനെയാണ്. സരിയു റൂമിലേക്ക് വരുമ്പോഴേക്കും 18 ആണല്ലോ മനോഹറും പോകുന്നത് മരിയയുടെ കൂടെ. പിന്നെ സരിയുനോട് പറഞ്ഞ ഡേറ്റും 18 അമേരിക്കയിൽ പോകുന്ന പറഞ്ഞ ഡേറ്റ് കേട്ടോ. അങ്ങനെ മനോഹർ ഡ്രസ്സെല്ലാം പെട്ടിയിലാക്കി വെക്കാണ്. അത് കണ്ടുകൊണ്ട് സരിയു മനസ്സിൽ വിചാരിക്കണം, അയാൾ ഇവിടെ നിന്ന് ഒളിച്ചോടി പോകാൻ പുറപ്പാടാണ്. എടോ, എന്നെ ചതിച്ചിട്ട് തന്നെ ഇവിടെ ഒളിച്ചോടി പോകുന്നു ഒരിക്കലും വിചാരിക്കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു അകത്തേ വരുവാട്ടോ. എല്ലാം മനുവേട്ടൻ്റെ ഡ്രസ്സെല്ലാം മടക്കി വെക്കുവാണല്ലോ. ആ അതേ മോളെ, ഞാൻ മോളോട് പറഞ്ഞില്ലേ എല്ലാം മടക്കി വെച്ചിട്ട് എയർപോർട്ടിന് അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് വെക്കണം എന്ന് പറയാണ്. അല്ല, ആ ഹോട്ടലിലേക്ക് എന്നെ കൊണ്ടുപോയാൽ എന്താ പ്രശ്നം? മോൾക്ക് പിന്നെ സംശയം തുടങ്ങിയോ? സംശയമായിട്ടല്ല മനുവേട്ടന് തന്നെ ഡ്രസ്സൊക്കെ കൊണ്ടു വെക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ഡ്രസ്സ് കൂടെ കൊണ്ടു വെച്ചാൽ എന്താ? അത് ഞാൻ കൊണ്ടു വെച്ചോളാം മോളൂ. അതെ, മനുവേട്ടൻ നിന്ന മാലയുണ്ടല്ലോ, അതിനിപ്പോ എന്തായാലും അമേരിക്കയിൽ പോകുമ്പോൾ ഇടാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ വല്ല ലോക്കറിലും വെച്ചാലോ, അല്ലെങ്കിൽ അപ്പം മനു പറയണ്ട, അത് നമുക്ക് വിൽക്കാൻ മോളൂ. ആ മാല എന്റെ അടുത്താ. മനുവേട്ടൻ നിന്ന മാല വിൽക്കാനോ? ഒരിക്കലും വേണ്ട, ഞാനത് ഇവിടെ ലോക്കറിൽ കൊണ്ടു വെച്ചോളാം എന്ന് പറയാണ്. എന്നാ അങ്ങനെ ചെയ്തോ മോളൂ എന്ന് പറയുമ്പോഴേക്കും സരി പറയണ്ടല്ല, മനുവേട്ടന് ഇപ്പൊ അങ്ങനെ മോളെ പോലും ശ്രദ്ധിക്കാൻ സമയമില്ല. ആര് പറഞ്ഞു? ഞാൻ എന്റെ മോളെ കൊഞ്ചിക്കുന്നുണ്ടല്ലോ. പിന്നെ അമേരിക്കയിൽ പോണത് ധൃതിയല്ലേ മോളെ? 18 നമ്മൾ അമേരിക്കയിൽ പോവല്ലേ? മാത്രല്ല നിന്റെ അമ്മക്ക് ഇനി മോളെ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവരുടെ കൂടെ കുറച്ച് ദിവസം മോൾ നിന്നോട്ടെ എന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മനു ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യാട്ടോ. അത് കാണുമ്പോ സരിയുടെ ദേഷ്യം വരുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ് കേട്ടോ. പ്രകാശൻ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവതി എൻ്റെ പെമ്മക്കൾക്കെല്ലാം നല്ലത് മാത്രം വരുത്തണേ, അവർക്കൊരു ആപത്തും വരുത്തരുത് ഭഗവതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം പ്രകാശൻ അവിടുന്ന് പ്രാർത്ഥിച്ചിങ്ങനെ തൊഴുതിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ദീപേനെ കാണുവാട്ടോ. ദീപ പ്രകാശനെ കാണുന്നതും മുഖം ഒന്ന് തിരിച്ചങ്ങോട്ടൊക്കെ നടന്നു പോവുകയാണ്. പ്രകാശനെ ദീപ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ദീപ പറയുന്നുണ്ട്, ഷോ നിങ്ങളെ കാണുന്നു പേടിച്ച് ഇപ്പൊ ഈ അമ്പലത്തിൽ വരേണ്ട അവസ്ഥയായി എനിക്കെന്ന് പറയണം. ദീപേ, ഞാൻ ഞങ്ങളുടെ പെമ്മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ പെമ്മക്കളോ? അത് പറയാൻ തനിക്ക് എന്ത് അവകാശമുള്ളത്? എനിക്ക് 2 പെമ്മക്കളുണ്ട്, കാദംബരിയും കല്യാണി. തനിക്ക് പെമ്മക്കളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. നോക്ക് ദീപേ, ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ കല്യാണി മോള് അനുഭവിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. എൻ്റെ മോൾക്കൊരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അവളോട് പറയണം, അവൾ പേടിക്കൊന്നും വേണ്ട, 18-ാം തീയതി അവൾക്കൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ ഉള്ളത്, താനുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞിട്ട് ദീപ അവിടുന്ന് പോവുകയാണ്. ശേഷം ദീപ പ്രാർത്ഥിക്കുക കേട്ടോ. പ്രാർത്ഥിച്ചതിന് ശേഷം ദീപ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പൂജാരി തീർത്ഥവും അതുപോലെ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പൂജാരി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നോക്ക് എന്താണ്, അയാളുടെ മനസ്സിപ്പോൾ ശുദ്ധമാണെന്ന് തോന്നുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരുടെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാൾ നല്ല രീതിയിൽ തന്നെ പെമ്മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല തിരുമേനി, ഇയാളുടെ സ്വഭാവമൊന്നും എന്ന് ദീപ തിരുമേനിയെടുത്ത് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കാൻ മനോഹരനെയാണ്. മനോഹർ അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് മരിയയുടെ ഫ്ലാറ്റിലേക്ക് പോയിരിക്കാട്ടോ. മരിയ ചോദിക്കണ്ടേ, എല്ലാം എടുത്തായിരുന്നോ? എല്ലാം എടുത്തു. നമ്മൾ നാളെ പോവില്ലേ മോളെ? നാളെ പോകാതാ വിചാരിക്കണത്. അല്ല, വീട്ടിലാർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് മരിയ ചോദിക്കുമ്പോൾ ചെറിയ സംശയമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ നാവുണ്ടല്ലോ, നാവ് വെച്ച് ഞാൻ പിടിച്ചങ്ങോട്ട് വെച്ചു. ഓഹോ, അപ്പൊ നീ ഈ നാവ് വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് പിടിച്ചു വെക്കാറുണ്ടല്ലേ? അയ്യോ, ഞാൻ കള്ളത്തരം പറഞ്ഞല്ല കേട്ടോ ഉദ്ദേശിച്ചത്. എനിക്കിഷ്ടമല്ല എൻ്റെ അമ്മായിമാരുടെ അമ്മാവന്മാരുടെ മക്കളെ, അവരൊക്കെ എന്നെ വലവീശി പിടിക്കാൻ വേണ്ടി നിൽക്കല്ലേ. എനിക്ക് വിശാല മനസ്സുള്ള നല്ല ബുദ്ധി സാമർത്ഥ്യമുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം, മരിയനെ പോലെ. ഓഹോ, അപ്പൊ എന്നെപ്പോലത്തെ പെണ്ണുങ്ങളെല്ലാവരും ഇഷ്ടമാണല്ലേ? പിന്നെ തീർച്ചയായും ഇഷ്ടമാണ്. അങ്ങനെ പെണ്ണുങ്ങൾക്കണ്ട ഒരിക്കലും പിടിവിടരുതെന്നാ പറയണത്. അപ്പോൾ ഞാനല്ലാതെ വേറെ പെണ്ണുങ്ങളെ കണ്ടാലും പിടിവിടുമല്ലേ, പിടിക്കുമല്ലേ ചോദിക്കുമ്പോൾ അയ്യോ, ഞാൻ ആ രീതിയിലല്ലേ പറഞ്ഞത്, എൻ്റെ മോള് മാത്രമാണ് എൻ്റെ ഭാര്യ, ബാക്കിയുള്ളവരെ ഫ്രണ്ടാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മരിയോട് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഫ്രണ്ടാക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയാണ്. എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോഹർ ഇങ്ങനെ ചിരിക്കാട്ടോ. മരിയയും ചിരിക്കുന്നുണ്ട്. ശേഷം അവർ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടിരിക്കുകയാണ്. മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, നാളെ എന്തായാലും ഫ്ലൈറ്റിൽ കയറുന്നവരെ ഒരു സമാധാനമില്ല, ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട എന്ന് മനോഹർ ഇങ്ങനെ സ്വപ്നം കണ്ട് മരിയയുടെ കൂടെ ഇങ്ങനെ നിൽക്കുവാട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശം നോക്കുമ്പോൾ ദീപ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകുമ്പോൾ ദീപനെ വിളിക്കേണ്ടത്. ദീപ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ഞാൻ നമ്മുടെ ബന്ധമെല്ലാം ഉപേക്ഷിച്ചതല്ലേ, പിന്നെ നിങ്ങളത് എന്നോട് സംസാരിക്കാൻ പറ്റുന്നത്. ദീപേ, നോക്ക്, ഞാൻ നിങ്ങൾക്കും അതുപോലെ തന്നെ പെമ്മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് അമ്പലത്തിലേക്ക് ഇപ്പോൾ വരുന്നത്. താൻ ഈ നുണക്കഥയൊക്കെ തൻ്റെ കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറയാണ്. അതെ, താൻ ആറ്റുനൂറ്റുകാലത്ത് തന്നെ മോനുണ്ടല്ലോ, ഡിഗ്രി വരെ പഠിച്ചവൻ, അവന് ഇംഗ്ലീഷൊക്കെ ശരിക്കും സംസാരിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ മോളുടെ പഠിപ്പ് താൻ 3-ാം ക്ലാസ്സിൽ നിർത്തിയതാണ്. പക്ഷെ ഇപ്പം എൻ്റെ കല്യാണം മണി പോലെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഡിഗ്രി വരെ പഠിപ്പിച്ച തൻ്റെ മോൻ എവിടെ പോയി? അവനെയാണല്ലോ സ്നേഹവാത്സ്യങ്ങൾ തന്നെ ഊട്ടുന്നുണ്ടായിരുന്നു. നല്ല ഫുഡൊക്കെ അവനെ മാത്രമല്ലേ കൊടുക്കുന്നുണ്ടല്ലോ. എൻ്റെ കല്യാണി മോൾക്ക് ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്താ ദീപേ, പക്ഷെ അവൾക്കിപ്പോൾ നല്ലൊരു ജീവിതം കിട്ടിയില്ലേ, അത് അവളുടെ നല്ല മനസ്സുകൊണ്ടാണ്. അതെ, അവളുടെ നല്ല മനസ്സുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് താനിനി അവിടെ ഇടിച്ചു കയറി വരരുതെന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കണത് എന്ന് പറഞ്ഞിട്ട് ദീപ അവിടെ നിന്ന് പോവാട്ടോ. ദീപ പോയി കഴിയുമ്പോഴേക്കും പ്രകാശൻ പഴയ കാര്യമൊക്കെ ആലോചിക്കുകയാണ്. അതായത് കല്യാണി തൊഴുത്തിൽ കിടന്ന ആ ഒരു നിമിഷം പ്രകാശൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പോകുക. പ്രകാശന്റെ കണ്ണ് നിറയുന്ന ഒരു ഭാഗമാട്ടോ എപ്പിസോഡിന് ലാസ്റ്റ് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.